അല്ല ഒരു ചോക്ക് പോലെ കിട്ടും. ഇത് ഒരു സെക്കൻഡ് ഞങ്ങളിപ്പോൾ ട്രോമ കെയറിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അവിടെ തകർന്നിരിക്കുന്ന പൊട്ടിച്ചോർന്നൊലിക്കുന്ന പല ഭാഗങ്ങളും ഈ ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഒന്ന് കാണണം എന്ന് അവിടെ എഴുതി വെച്ചിട്ട് പോന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവേണ്ട സാഹചര്യമാണോ എന്ന് ആലോചിക്കണം. ഇവിടെ ഒരു സംഭവം നടക്കുന്നു, ഒരു കെട്ടിടം തകരുന്നു, അത് ഹോസ്പിറ്റലിൻ്റെ ബാത്റൂം കെട്ടിടമാണ്. അതിലുള്ളവർ താഴെ വീണ് ഒരാൾ മരണമടയുന്നു, പലർ പരിക്കേൽക്കുന്നു. ഉടനെ സർക്കാർ പറയുന്നു അങ്ങനെ ആരുമില്ലായിരുന്നു, ഒറ്റപ്പെട്ട സ്ഥലമാണ്, ആരും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനം 2 മണിക്കൂർ വൈകുന്നു. സർക്കാരിന് ഒരു ഉത്തരവുമില്ല തരുവാനായിട്ട്. ഏറ്റവും ഖേദകരമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് കേരളം കാണുന്നത്. ഇവിടെ പ്രതിപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ കെ.സി. വേണുഗോപാലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ നേർചിത്രം ഇവിടെ കോട്ടയത്ത് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ഈ ജില്ലയിലുണ്ട്, പക്ഷെ അദ്ദേഹം ഇവിടോട്ടൊന്ന് വരുവാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മന്ത്രിമാരുടെ പ്രസ്താവനകളും ഒറ്റപ്പെട്ട സംഭവം രീതിയിലെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ICU ഉള്ള സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ സാഹചര്യം എന്താണ്? തൊട്ടപ്പുറത്ത് മെൻസ് ഹോസ്റ്റലാണ്, അതും തകർന്നു കിടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിയന്തരമായി സർക്കാർ ഇടപെടണം. തൊട്ടപ്പുറത്ത് ഈ കെട്ടിടം ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. തൊട്ടപ്പുറത്ത് കെട്ടിടമുണ്ട്, ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എന്താണ് താമസമെന്ന് അറിയില്ല. അതിൻ്റെ എല്ലാ പണി പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി കാക്കരുത്. ഞങ്ങൾ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആൾക്കാരെ പ്രവേശിപ്പിക്കുക. സർക്കാരിനോട് എനിക്കതേ പറയുള്ളൂ, തെരഞ്ഞെടുപ്പ് മുമ്പ് ആൾക്കാരെ പ്രവേശിപ്പിക്കുക, തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്ഘാടനം ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും ആൾക്കാരെ പ്രവേശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ഡിസ്ചാർജ് ചെയ്യരുത്. ഇപ്പോൾ ഈ ട്രോമാസ് ഈ സെൻറ്ററിലുണ്ടായിരുന്ന എല്ലാവരും ഡിസ്ചാർജ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. 2 മണിക്കൂർ വൈകി തുടങ്ങുന്നു, അതിനുശേഷം 1 മണിയോട് അടുപ്പിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. സമയം എനിക്കറിയില്ല, ആ സമയത്തോടനുസരിച്ചാണ് ബോഡി കിട്ടുന്നത്. എത്ര സമയം വൈകി? ഒപ്പം ഇവിടെ 7 മീറ്റർ റോഡ് ഉണ്ടാവണം. എന്ത് ചെയ്ത് ഇത് പൊളിച്ചിട്ടാണ് അകത്തോട്ട് ഇത് കയറ്റിയത്. ഇപ്പോൾ കേരള ബിൽഡിംഗ് റൂൾസിൻ്റെ എല്ലാം വയലേഷൻ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളം വളരെ ആശങ്കയോടെ ഈ സാഹചര്യം കാണുന്നത്. ഇത് കോട്ടയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. അടിയന്തരമായ നടപടി സർക്കാർ എടുത്തേ തീരത്തുള്ളൂ. ഇവിടെ യു ഡി എഫിൻ്റെ മുഴുവൻ സംഘവുമുണ്ട്. പ്രിയപ്പെട്ട നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA, അതുപോലെ മോൻസ് ജോർജ് വന്നുപോയി. അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാർ, മുസ്ലിം ലീഗ് നേതാക്കന്മാർ എല്ലാവരും വന്ന് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടേക്ക് ജുഡീഷ്യൽ അന്വേഷണമാണ്. ഈ മരണത്തിൻ്റെ സാഹചര്യവും ഈ ഹോസ്പിറ്റലിൻ്റെ സാഹചര്യവും ഇവിടെ HDC കൂടാത്ത സാഹചര്യവും ആരെങ്കിലും വ്യക്തിപരമായ ഒരു പ്രോപ്പർട്ടി അല്ല, ഇത് ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അത് ഇങ്ങനെ ആയ സ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്തണം. അത് ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്.